കോഴിക്കോട് നാദാപുരത്ത് KSRTCയും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ വഴിവെച്ചത് സ്വകാര്യ ബസിന്റെ അമിത വേഗം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. നാദാപുരം താലൂക്ക് ആശുപത്രിക്ക് സമീപം ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. നയൻതാര വിശദീകരിക്കും. നയൻതാര, അമിത വേഗം എന്ന CCTV ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പ്രജീഷ്, ഇന്ന് രാവിലെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. നാദാപുരം ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം. അതായത് സ്വകാര്യ ബസ് വടകര ഭാഗത്തു നിന്നും നാദാപുരം ഭാഗത്തേക്ക് വരുന്ന, നാദാപുരം ബസ് സ്റ്റാൻഡിലേക്ക് കയറാനിരുന്ന സ്വകാര്യ ബസ്സാണ് അമിത വേഗതയിലെത്തിയത്. അതായത് ഈ ബസ്സിന്റെ മുൻപിൽ ഇരുചക്ര വാഹനവും അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയും ഉണ്ടായിരുന്നു. ഇതിനെ മറികടക്കുന്നതിനിടയിലാണ് KSRTC ബസ്സിൽ ഇടിക്കുന്നത്. അമിത വേഗതയിലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നു. CCTV ദൃശ്യവും ഇപ്പോൾ വന്നിട്ടുണ്ട്. അമിത വേഗതയിലെത്തി ഈ സ്വകാര്യ ബസ് KSRTCയിൽ ഇടിക്കുന്നു. ഈ സമയത്ത് സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന സ്ത്രീ KSRTC ബസ്സിലേക്ക് തെറിച്ചു വീണു എന്നും അതുപോലെ തന്നെ KSRTC ബസ്സിന്റെ ഡ്രൈവറെ അതിസാഹസികമായാണ് ഫയർഫോഴ്സ് ജീവനക്കാർ പുറത്തേക്കെടുത്തത്. സീറ്റ് വെട്ടി മുറിച്ചുകൊണ്ടാണ് ഡ്രൈവറെ പുറത്തേക്കെടുത്തിരുന്നത്. അദ്ദേഹം ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇരു ബസ്സുകളിലുമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. വിദ്യാർത്ഥി ഉൾപ്പെടെ 5 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ 40ഓളം പേർക്കാണ് പരിക്കേറ്റത്. മറ്റുള്ളവരെ സമീപത്തുള്ള ആശുപത്രികളിലേക്കൊക്കെ മാറ്റിയിരിക്കുകയാണ്. 5 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. പ്രജീഷ, എന്തായാലും ഈ ഒരു സ്വകാര്യ ബസ്സിന് എതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് മോട്ടോർ വാഹന അധികൃതർ അറിയിച്ചിട്ടുള്ളത്. 40 പേർക്ക് പരിക്കേൽക്കുന്നു. അമിത വേഗത 7 മണിയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ സമയത്ത് ഇരു ബസ്സുകളിലും ഉണ്ടായിരുന്നു. കൈവേലിയിൽ നിന്നും ഗുരുവായൂരേക്ക് പോകുന്ന KSRTC ബസ്സിനാണ് ഈ സ്വകാര്യ ബസ് ഇടിച്ചിരുന്നത്. വടകര ഭാഗത്തു നിന്നും നാദാപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു. ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം കയറുന്ന ഒരു സമയത്താണ് അമിത വേഗതയിൽ ഈ സ്വകാര്യ ബസ് എത്തിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ദൃശ്യങ്ങളിലും നമുക്ക് വ്യക്തമാണ്.